ഗൈസ്, നമ്മൾ ഇന്ന് പൊതു പണിമുടക്കൊക്കെയാണ്. പക്ഷെ വീട്ടിലിരുന്ന് കഴിഞ്ഞപ്പോൾ ഉച്ച കഴിഞ്ഞ് ചുമ്മാ പാലാരിവട്ടം വരെ വന്നു. വൃന്ദാവനിൽ പോയി നമ്മളൊരു ചായ കുടിക്കാൻ ഓർത്ത് വന്നതാണ്. പക്ഷെ ഭയങ്കര തിരക്കായതുകൊണ്ട് ഞാൻ അവിടുന്ന് 2 ഏത്തക്ക റോസ്റ്റ് പാഴ്സൽ വാങ്ങിച്ചു. എന്നിട്ട് തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ പാലാരിവട്ടം പാലത്തിൻ്റെ അടുത്ത് എത്താറാകുന്നു. നമുക്കിനി കാക്കനാടാണ് പോകേണ്ടത്. പക്ഷേ ഈ വൈകുന്നേരം ആയപ്പോൾ തന്നെ, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഇത്രയും തിരക്കൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. വണ്ടിയൊക്കെ ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു മഴയായിരുന്നു ഇങ്ങോട്ട് വന്നപ്പോൾ, അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ചെറിയൊരു ബ്ലോഗ് എന്നുള്ള രീതിയിൽ ചുമ്മാ എടുക്കുന്നതേ ഉള്ളൂ. ചുമ്മാ ഇങ്ങനെ ഓരോ ചെറിയ ഷോർട്ട് വീഡിയോസ് ഇടാമല്ലോ. അങ്ങനെ വന്നപ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. ഞങ്ങൾ ഇതുപോലെ പാലാരിവട്ടം പാലത്തിൻ്റെ അടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പാലാരിവട്ടം പാലത്തിൻ്റെ അടിയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് റൈറ്റ് പോയി കാക്കനാട് നമ്മൾ പോകും. ഇത്രയും തിരക്കൊക്കെ ഉള്ളൂ റോഡിൽ ഇന്ന്. പണിമുടക്കായിട്ട് രാവിലെ ആയിരുന്നു, വണ്ടി തടയുന്നു, പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വന്നപ്പോൾ ഒന്നും കണ്ടില്ല. ഇപ്പോൾ വൈകുന്നേരം പ്രകടനം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും, അറിയില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവിടെ ഇത്ര തിരക്ക കാര്യങ്ങളൊക്കെ ഉള്ളൂ. ചുമ്മാ ഒരു മഴയൊക്കെ ആയിട്ട് വെളിയിലേക്ക് ഇറങ്ങി ഒന്ന് കറങ്ങിയിട്ട് പോകാം, അവധിയായിട്ട് റൂമിൽ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. ഞാൻ വന്നപ്പോൾ ചെറിയൊരു ഷോർട്ട് വീഡിയോ ആകാമെന്നോർത്തെടുത്തു. സാധാരണ ഇവിടെയൊക്കെ എന്ത് ബ്ലോക്ക് വരുന്ന ഒരു ഏരിയയാണ്. ഇന്ന് പണിമുടക്ക് ആയതുകൊണ്ട് വണ്ടി തിരക്കുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് സഞ്ചരിക്കാം. ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഇടയ്ക്ക് ഇറങ്ങി നമുക്ക് ഫ്രീ ആയിട്ട് പോകാം. അല്ലെങ്കിൽ ഈ ബ്ലോക്കിനിടയിൽപ്പെട്ട് നമ്മൾ എത്ര സമയം വെയിറ്റ് ചെയ്ത് ദേഷ്യവും വന്ന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടിരിക്കുന്നുണ്ടോ. ഇവിടെ നമ്മൾ കാക്കനാടേക്ക് പോകുന്ന റൂട്ടിൽ മെട്രോ പണി തുടങ്ങിയതുകൊണ്ട് ഈ രീതിയിലാണ് റോഡിൻ്റെ അവസ്ഥ. അപ്പം നമ്മൾ ഈ സമയം വൈകുന്നേരമൊക്കെ ഈ ടൈമിൽ വരുവാണെങ്കിൽ ഇവിടെയൊക്കെ ഫുള്ള് ബ്ലോക്ക് ആയിരിക്കും. ഫുള്ള് വണ്ടികളും കാര്യങ്ങളുമാണ്. അപ്പുറ സൈഡാണെങ്കിലും ഇപ്പോൾ എങ്ങോട്ട് പോകേണ്ടതാണെങ്കിലും ഫുൾ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ ഇന്ന് നമുക്ക് സ്വസ്ഥമായിട്ട് പോകണ്ടാവും. ഫ്രണ്ടിലൊരു വണ്ടി പോലും ഇല്ല, സുഖമായിട്ട് ഡ്രൈവ് ചെയ്യാം. അതാണ് അവസ്ഥ. പാലാരിവട്ടം തിരിയുമ്പോൾ നമ്മുടെ റോഡിൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ ഇതാണ്. ഓക്കെ, നമ്മളങ്ങനെ ഫ്രീ റോഡിലൂടെ വന്ന് കാക്കനാടേക്ക് തിരിയുകയാണ്. സാധാരണ ഈ സമയത്തൊന്നും പെട്ടെന്ന് ഓടിയെത്തത്തില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ ഓടിയെത്തി. ഇന്നത്തെ ദിവസമായതുകൊണ്ട് മഴയൊക്കെ പോയി. മഴയൊക്കെ കൊണ്ട് ഇച്ചിരി രസമായിരുന്നു നമുക്ക് വീഡിയോക്ക് ഷൂട്ട്. അങ്ങോട്ട് പോയപ്പോൾ ഭയങ്കര മഴയാണ്, എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാഞ്ഞ്. എങ്കിലും ഒരു രസമായിരുന്നു, നല്ല ക്ലൈമറ്റ് ആയിരുന്നു. വൈകുന്നേരം ആകുമ്പോഴത്തെ നല്ലൊരു മൂടി ക്ലൈമറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇങ്ങോട്ട് മെട്രോയുടെ പണി തുടങ്ങിയിട്ടില്ല. ഇവിടെ ചെറുതായിട്ട് വരുന്നേ ഉള്ളൂ, അതുകൊണ്ട് വലിയ തിരക്കില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ വൈകുന്നേരം വണ്ടി ബ്ലോക്കിന്റെ കാര്യത്തിൽ ഒരു സംശയം വേണ്ട, ഫുള്ള് ബ്ലോക്കാണ്. ഇന്നത്തെ ദിവസം ആയതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. വന്ന വഴി നമ്മൾ ഇടയ്ക്കൊന്ന് നിർത്തിയായിരുന്നു. അവിടെ അവോക്കാഡോ വിൽക്കാൻ കിടക്കുന്നു, അത് കണ്ട് നിർത്തി. ഒരു കിലോ മേടിച്ചു. വന്നിട്ട് നമ്മൾ കാക്കനാട് സിഗ്നലിൽ ഇപ്പോൾ കിടക്കുകയാണ്. റൂമിലേക്ക് പോകാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാക്കനാട് സിഗ്നലിലാണ്. ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്ററോടെ ഉള്ളു റൂമിലേക്ക്. അവിടെ ചെന്ന് പോയി ഇനി റെസ്റ്റ് എടുക്കാം. വൃന്ദാവനിൽ നിന്ന് വാങ്ങിച്ച ഏത്തക്ക റോസ്റ്റും അവോക്കാഡോയൊക്കെ ഒരു ജ്യൂസ് അടിച്ച് കുടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇന്ന് നല്ലൊരു ദേശീയ പണിമുടക്കായിട്ട് ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ആക്ടിവിറ്റീസ്. ഞാൻ ഇതിനെ പോയപ്പോൾ കാക്കനാട് പോയപ്പോൾ നമ്മുടെ DLFന്റെ ഫ്ലാറ്റ് ഇരിക്കുന്ന സ്ഥലം ഒന്ന് കാണിച്ചിട്ടേ ഉള്ളൂ. നല്ല പുതിയ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞു വന്നപ്പോഴത്തേക്ക് നല്ല രസമുണ്ട് ഇത് കാണാൻ. അപ്പോൾ ഒരു രസത്തിന് ഞാൻ ചുമ്മാ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതേ ഉള്ളൂ. DLFന്റെ ഫ്ലാറ്റുകളാണ് മുഴുവൻ. നല്ല ഫുള്ള് ഒത്തിരി ഉണ്ട്, നല്ല രസമാണ്. ദൂരെ നിന്ന് കാണുമ്പോഴൊക്കെ നല്ല ബാംഗ്ലൂർ ലുക്ക് കിട്ടും. നമ്മൾ കാക്കനാട് സിഗ്നലൊക്കെ കഴിഞ്ഞ് DLFന്റെ ഫ്ലാറ്റൊക്കെ കണ്ടിട്ട് സെസ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ബ്ലോക്ക് വൈകുന്നേരം ചിന്തിക്കാൻ പറ്റത്തില്ല ഈ ഏരിയയിൽ. ഇന്ന് മനസമാധാനത്തോടെ നമുക്ക് ഇതെല്ലാം കണ്ടുപോകാം. ഇന്ന് ഈ വീഡിയോയും കൂടി എടുത്തുകൊണ്ട് നന്നായി, അങ്ങനെ കാണാൻ പറ്റിയല്ലോ. നമുക്ക് സ്വസ്ഥമായിട്ട് വണ്ടി ഓടിച്ച് ഈ സെസ്സൊക്കെ കണ്ട് നമുക്ക് ഇങ്ങോട്ട് പോകാം. ഇവിടുന്ന് 1/2 കിലോമീറ്ററോടെ ഉള്ളു റൂമിലേക്ക്. കാരണം നമ്മൾ റൂമിലേക്ക് എത്താറായി. അത് എത്താറാകുമ്പോഴത്തേനും ഞാൻ ബാക്കിയും കൂടെ വീഡിയോ ഇട്ട് കാണിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ ബ്ലോഗ് ഇന്ന് നിർത്തുന്നതായിരിക്കും. ഞാനിനി സ്ഥിരമായിട്ട് വീഡിയോ ഇടാമെന്ന് ഓർത്താണ് ഷോർട്ട് വീഡിയോസൊക്കെ ഇടാമെന്ന് വെച്ചാൽ. അതുകൊണ്ട് എല്ലാവരും മാക്സിമം ഹെൽപ്പ് ചെയ്ത് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനൽ അനുഭൂതി കമ്പ്യൂട്ടർ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബർ കൂടിയാലേ നമുക്ക് പുതിയ വീഡിയോ കാണാനുള്ള താല്പര്യവും അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റും നമുക്ക് ഉണ്ടാവുള്ളൂ. ഓക്കെ, നമ്മൾ ചിറ്റേത്തറയുള്ള അറേബ്യൻ കുഴിമന്തിയുടെ ഫ്രണ്ടിലാണ്
ഇവിടെ ചായയൊക്കെ കുടിക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഇന്ന് ഹർത്താലായതുകൊണ്ട് പണിമുടക്കാണ്ട് അവധിയാണ്. മന്തിക്കടയുടെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. കൂട്ടുകാരനൊരു മന്തി വേണമെന്ന് പറഞ്ഞാൽ വാങ്ങിക്കാൻ പോയിരിക്കുന്നതാണ്. നമ്മുടെ വണ്ടി ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്തിരിക്കുന്നത്. ഒക്കെയാണ് ഇന്ന് ചിറ്റേത്തുകര വരെയുള്ള വിശേഷങ്ങൾ.